ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ആൾറൗണ്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളെ ഈ ചാനലിൽ 2-3 ദിവസമായിട്ട് ഇപ്പോൾ നമ്മൾ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യില്ല. എൻ്റെ ഒരു സെക്കൻഡ് ചാനലായിട്ടുള്ള ഒരു ഇലക്ട്രോണിക്സ് മലയാളം എന്നുള്ളൊരു ചാനലുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ആ ചാനലിലുള്ള സബ്സ്ക്രൈബേഴ്സിനും ഇതിലുള്ള സബ്സ്ക്രൈബേഴ്സിനും അറിയാം, നമ്മളുടെ ഈ ചാനലിൽ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങളുടെ കോമൺ ആയിട്ടുള്ള പ്രോബ്ലങ്ങൾ, അതായത് നമുക്കൊരു ടെക്നീഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ഷോപ്പിലോ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ്റെ ഒന്നും സഹായമില്ലാത്തതിന് നമുക്ക് തന്നെ ചെയ്യാവുന്ന രീതിയിലുള്ള വീഡിയോസുകളാണ് ഞാൻ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെപ്പുകളൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പ്. അപ്പോൾ ഇതിൽ നമ്മൾ കുറേ വീഡിയോസുകൾ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചാനലിൽ കയറി നോക്കിയാൽ കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ടി വി ആണ്. ഒരു ടി വി നമുക്ക് ഒരു സാധാരണ ഒരു യൂണിവേഴ്സൽ കമ്പനിയുടെ ഒരു ടി വി ആണ്. വെസ്റ്റ് വേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനി. ഇതാണ് ടി വി. ഒരു 32 ഇഞ്ചിൻ്റെ ഒരു ടി വി ആണ്. ഇതിന് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡ് ബൈ റിലീസാവാത്ത പ്രോബ്ലമാണ്. സ്റ്റാൻഡ് ബൈ നമ്മൾ കൊടുത്ത് പവർ ബട്ടൺ, സാധാരണ ഈ ഒരു പ്രോബ്ലം ചിലപ്പോൾ മിക്ക കേസുകളും വരാറുള്ളത് പവർ ബട്ടൺ വർക്ക് ചെയ്യാത്തൊരു പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മൾ ആ പവർ ബട്ടൺ ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേ മെത്തേഡ് തന്നെയാണ് ഇതിൻ്റെ പവർ ബട്ടൺ ക്ലീൻ ചെയ്യാനും. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഈ ചാനലിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതല്ല ഇതിന് കംപ്ലയിൻറ്റ്. ഇത് നമ്മൾ പവർ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ റെഡ് ലൈറ്റ് ഒന്ന് ബ്ലിങ്ക് ആവും. പിന്നെ ഒരു 3 നമ്മൾ പവർ ബട്ടൺ കൊടുക്കുന്ന സമയത്ത് റെഡ് ബട്ടൺ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പവർ ബട്ടൻ്റെ കംപ്ലയിൻ്റ് അല്ല, നമുക്കൊരു 3 സെക്കൻഡ് നമുക്കത് ബ്ലിങ്ക് ചെയ്ത് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ആ ഒരു കംപ്ലയിൻ്റ് ആണ്. അത് സാധാരണ സ്റ്റാൻഡ് ബൈ റിലീസാവാത്തൊരു പ്രശ്നം വരുന്നുണ്ട്. അത് നമുക്ക് ശരിയാക്കാവുന്ന ഒരു കേസാവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ പാനലിൽ ലൈന് വരുന്ന കംപ്ലയിൻറ്റുകൾ, അതുപോലെ തന്നെ മദർ ബോർഡിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ വരുന്ന കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ വീഡിയോസുകളും നമ്മൾ ലൈവായിട്ട് നിങ്ങളുടെ മുന്നിൽ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോ ടി വിയുടെയും പ്രോബ്ലങ്ങൾ വരുമ്പോൾ നമ്മളത് അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനിപ്പോൾ ഈ പ്രോബ്ലമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ എന്താണ് എന്നുള്ളത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനൊരു ക്യാമറ ഒരു ആംഗിളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ഫോക്കസ് ചെയ്യാനൊന്നും ആളില്ല. അപ്പോൾ ഒരുവിധമൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകരിച്ചില്ലെങ്കിലും ഈ ചാനലിൽ നമ്മൾ A to Z എല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങളും നമ്മൾ കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. യൂണിവേഴ്സൽ ടി വി എല്ലാം ഒരേ പാറ്റേൺ ആയിരിക്കും. ഏത് ബോർഡ് നമുക്കിപ്പോൾ എനിക്ക് യൂണിവേഴ്സൽ ടി വിയുടെ മദർ ബോർഡുകളാണ്. നമുക്കിത് ഏത് രീതിയിലുള്ള ബോർഡ് നമുക്കിതിൽ സൂട്ടബിൾ ആക്കാം കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ
നമുക്കിത് ഏറ്റവും കൂടുതൽ നമുക്ക് സ്ക്രാപ്പ് മാർക്കറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് ഇതുപോലത്തെ LED ടിവികൾ ഡിസ്പ്ലേ പോയതൊക്കെ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ബോർഡുകളൊക്കെ വർക്കാവും. അപ്പോൾ നമ്മൾ കൂടുതൽ ബോർഡുമ്പോൾ നമുക്ക് ശരിയാക്കാൻ പറ്റാത്തൊരു കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ നമുക്ക് ബോർഡ് മാത്രമാണ് റീപ്ലേസ് ചെയ്താൽ മതി. നമുക്ക് ഈ ബോർഡുകളൊക്കെ നമുക്കിതിൽ സൂട്ടബിളാണ്. അത് നമുക്ക് അടച്ചു കഴിഞ്ഞാലൊന്നും ഒരു പ്രോബ്ലമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സർവീസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്ക്രൂ കാര്യങ്ങളൊന്നും മിസ്സാകാതിരിക്കാൻ ഏറ്റവും ബെറ്ററാണ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു മാഗ്നറ്റോ കാര്യങ്ങളോ നമ്മൾ പരിസരത്ത് വെക്കുന്നത് നല്ലതാണ്. പുറത്ത് ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പവർ പോകാഞ്ഞാൽ മതിയായിരുന്നു. കൂടുതലും നമുക്ക് പവർ പ്രോബ്ലങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് പവർ സപ്ലൈയുടെ ഭാഗത്തൊരു മോസ്ഫെറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഈ സ്റ്റാൻഡ് ബൈ റിലീസ് പ്രോബ്ലം വരുന്നത് ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഈ മോസ്ഫെറ്റ് പ്രോബ്ലം ആണെങ്കിൽ ഷോർട്ടാണെങ്കിൽ അതുപോലെ വരും. അതുപോലെ തന്നെ ഈ മെയിൻ ഫിൽറ്റർ ഉണ്ടല്ലോ, മെയിൻ ഫിൽറ്റർ എല്ലാ ബോർഡിലും ഉണ്ടാവും ഒരു മെയിൻ ഫിൽറ്റർ. ഇത് ഫൈൽഡ് ആയാലും അല്ലെങ്കിൽ അത് ബൾബ് പവർ സ്റ്റാൻഡ് ബൈ റിലീസ് ആവാത്ത പ്രോബ്ലം വരും. ഇത് ഇതിൻ്റെ മുന്നേ ആരെ സർവീസ് ചെയ്ത പോലെയാണ് കാണിക്കുന്നത്. എന്തൊക്കെയോ ചെയ്തു വെച്ച പോലെ ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ മോസ്ഫെറ്റിൽ നമുക്ക് 12 വോൾട്ട് കാണിക്കണം. അതായത് ഇത് പവർ സെക്ഷനാണ്. പവർ സെക്ഷനിൽ നമുക്ക് 12 വോൾട്ട് നമുക്ക് കാണിക്കണം. ഈ ഭാഗത്ത് നമുക്ക് വരുന്നത് ഇതിൻ്റെ ഈ ഭാഗം സെക്കൻഡറി ഭാഗമാണ്. ഇത് DC ആണ്. ഈ ഭാഗത്ത് നമുക്ക് വോൾട്ടേജ് വരുന്നതാണ്. ഇവിടെയാണ് നമ്മൾ പവർ സെക്ഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ മെയിനായിട്ട് ഈ ഫിൽറ്റർ അതുപോലെ തന്നെ ഈ 2 മോസ്ഫെറ്റ് ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് റോഫെറി നമുക്ക് ചെക്ക് ചെയ്യണം. അങ്ങനെ ഓരോന്ന് ഇതെല്ലാം എന്തോ ഈ ബോർഡ് കാണിക്കാൻ കാരണം ഇതേ സെയിം ബോർഡ് തന്നെയാണ് ഇതും. ഇപ്പോൾ നമ്മൾ ഈ TV-യിലുള്ള ബോർഡൊക്കെ ഒരേ കോമൺ ആയിട്ട് ഈ യൂണിവേഴ്സൽ TV-ക്ക് എല്ലാത്തിനും ഒരേ കോമൺ ആയിട്ടുള്ള ബോർഡുകളാവും. അതപ്പോൾ ഞാൻ ഈ ബോർഡ് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ നമ്മൾ മൾട്ടിമീറ്ററിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മോസ്ഫെറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത് കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് ചെക്ക് ചെയ്യാവും നല്ലത്. മിക്ക കേസുകൾക്കും അതാണ് കംപ്ലൈൻറ്റ് വരിക. നമുക്ക് മോസ്ഫെറ്റ് നമുക്ക് മോസ്ഫെറ്റ് നമുക്ക് സെയിം വാല്യൂ ആയാൽ മതി. നമുക്കിപ്പോൾ ഈ ബോർഡിലൊക്കെ നമുക്ക് സെയിം മോസ്ഫെറ്റ് നമുക്ക് ഉണ്ടാവും. അത് നമുക്ക് നോക്കാനൊന്നുമില്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ലെൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാമറനെ മാക്രോയിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഈ ഐ സി അതുപോലെ തന്നെ മോസ്ഫെറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ
നമുക്ക് സെയിം വാല്യൂ ഉള്ള മോസ്ഫെറ്റുകൾ നമുക്ക് ഇതുപോലെ ഒരു ലെൻസ് കൊണ്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സെയിം വാല്യൂ ആണോ നോക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാമറ മാക്രോയിൽ ഇട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ വാല്യൂ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു മോസ്ഫെറ്റും ഈ മോസ്ഫെറ്റും ഒക്കെ സെയിം വാല്യൂ ആണുള്ളത്. ഇതൊക്കെ ഓൾറെഡി കംപ്ലൈൻറ്റ് വന്നിട്ടുള്ള ബോർഡുകളാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഇതിൻ്റെ കമ്പോണൻറ്റുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഫിൽറ്ററാണ് കംപ്ലൈൻറ്റ്. ഇപ്പോൾ ഈ ഫിൽറ്ററൊക്കെ സെയിം വാല്യൂ തന്നെയാണ് വരുന്നത്. നമുക്ക് കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ നമുക്കൊന്നും പുറത്ത് പോയിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അപ്പോൾ ഓൾറെഡി ഈ മോസ്ഫെറ്റ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഒരു 25 രൂപ റേഞ്ച് വരുന്ന മോസ്ഫെറ്റാണത്. അപ്പോൾ നമ്മളത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മോസ്ഫെറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ സെയിം വാല്യൂലുള്ള മോസ്ഫെറ്റ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ റിമൂവ് ചെയ്യാൻ പോണത് 6950 എന്ന് പറഞ്ഞിട്ടുള്ള മോസ്ഫെറ്റാണ്. ആ മോസ്ഫെറ്റ് നമുക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. ഈ ഒരു മോസ്ഫെറ്റാണ് ഈ മോസ്ഫെറ്റ് 6950 എന്ന് പറഞ്ഞിട്ടുള്ള മോസ്ഫെറ്റാണ്. ഇതേ സെയിം മോസ്ഫെറ്റാണ്. നമുക്ക് മോസ്ഫെറ്റ് നമുക്ക് ബോർഡിൽ വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ ശരിക്കും കറക്റ്റ് വാല്യൂ കിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്പർ നോക്കണമെങ്കിൽ ഇതുപോലത്തെ ലെൻസ് മതി. അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാമറ മാക്രോയിൽ ഇട്ട് കഴിഞ്ഞാൽ നോക്കിയാൽ മനസ്സിലാവും. ഇത് നമുക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 25 രൂപയുടെ ചോടേ വരുള്ളൂ. ഇനി 20-25 രൂപ ആ ഒരു റേഞ്ചേ വരുള്ളൂ. അപ്പോൾ നമ്മളടുത്ത് ഇപ്പോൾ ഈ മദർ ബോർഡിലൊക്കെ ഉണ്ടാവുകൊണ്ട് നമുക്കത് വാങ്ങിക്കണില്ല. നമുക്ക് ഇതിലുള്ള വരുന്ന ഒരുവിധം കമ്പോണൻറ്റുകളൊക്കെ നമുക്ക് ഇതുപോലത്തെ ബോർഡുകളിൽ നിന്ന് കിട്ടും. ഇതൊക്കെ ഓൾറെഡി കംപ്ലൈൻ്റ് ആയിട്ടുള്ള ബോർഡാണ്. അത് നമുക്ക് ഇതിൽ പോയിട്ടുള്ള റെസിസ്റ്റർ, അതുപോലെ തന്നെ ഡയോഡ്, അതുപോലെ കപ്പാസിറ്റർ, ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഈ ബോർഡിലേക്ക് നമുക്ക് റീപ്ലേസ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു മോസ്ഫെറ്റ് റിമൂവ് ചെയ്ത് നോക്കിയിട്ട് അതൊന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ കപ്പാസിറ്റർ ഓൾറെഡി ബൾജാവ് കാര്യങ്ങളൊന്നുമില്ല, കാഴ്ചക്ക് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും കാണാനില്ല. അപ്പോൾ നമുക്കത് ലാസ്റ്റ് ഫൈനലി ഇത് മാറ്റിയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം നോക്കി നോക്കാം. ഇത് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡ് ചെയ്യുന്ന പോലെ നമുക്ക് ഹീറ്റ് കൂടിയെന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. നമുക്കിത് മാക്സിമം ഫുള്ളായിട്ട് നമ്മൾ ഹീറ്റും എയറും ഫുള്ളായിട്ട് മാക്സിമം കൊടുത്തിട്ടുണ്ട് ഞാൻ. ആണ് ഇത് നമുക്ക് ബ്ലോവർ വേണമെന്നൊന്നുമില്ല. നമുക്ക് സോൾഡറിങ് വിക്ക് നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ സാധാരണ ഇതുപോലത്തെ നോർമലി വരുന്ന നമുക്ക് സോൾഡറിങ് ആയതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ബ്ലോവർ ഉണ്ടെങ്കിൽ ഒന്ന് ഈസിയാണെന്ന് മാത്രം. നമ്മൾ റിമൂവ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു മോസ്ഫെറ്റാണ്. ഈ ഫ്ലക്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇങ്ങനെയുള്ള ഐസ് റിമൂവിന് ചെയ്യാൻ ഈ ഫ്ലക്സും ഉണ്ടെങ്കിൽ ബെസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് ബോർഡിന് ഡാമേജ് ആകാതെ നമുക്ക് ഐസ് റിമൂവ് ചെയ്തെടുക്കാൻ ഇപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഈ ഫ്ലക്സാണ് ഉപയോഗിക്കുന്നത്. ആ മോസ്ഫെറ്റ് ഷോർട്ട് കാണിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. ഒരു സാധനം വെച്ചോടത്ത് കാണില്ല, അതാണുള്ള പ്രശ്നം. ഞാൻ ഒന്നാമത്തത് അപ്പോൾ ഗായ്സ് ഇത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് റിസ്ക് ആണ്, കാരണം നമ്മളെന്താ പറയുക, പരമാവധി വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്കത് ഇങ്ങനെയൊക്കെ ചെയ്യണം. ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. നമ്മുടെ ടേബിളും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ നോക്കിയതിന് ശേഷം. അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ വീഡിയോകളൊക്കെ ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ മോസ്ഫെറ്റ് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പവർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഈ മോസ്ഫെറ്റ് ഓൾറെഡി ഷോർട്ട് ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ഷോർട്ട് കാണിച്ചിരുന്നില്ല. ഇത് ഷോർട്ടാണ്. ഇത് നമുക്ക് ഷോർട്ട് കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഏറെക്കുറെ മോസ്ഫെറ്റിൻ്റെ പ്രോബ്ലം തന്നെ ആയിരിക്കും എന്ന് ഉറപ്പിക്കാം. ഇനി നമുക്ക് ഇതിന് ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് ഉണ്ടോ എന്താണെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. നമ്മളിപ്പോൾ പവർ സപ്ലൈ മാത്രം ഓക്കെ ആക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കണു. നമുക്ക് ഇനി ഇതൊന്ന് പവർ ഒന്ന് കൊടുത്ത് നോക്കാം. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നല്ലോണം ടേബിളും കാര്യങ്ങളൊക്കെ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വേണം. ഞാനിത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് പവർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. നമുക്കിതിൻ്റെ കീ ബട്ടൺ കൊടുക്കണം. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ കീ ബട്ടൺ വരുന്നത് പിന്നെ ഈ ബോർഡിൻ്റെ സെയിം കീ ബട്ടൺ വരുന്നത് ഈ ഒരു കണക്ഷനാണ്. അപ്പോൾ നമുക്കിതൊക്കെ ഇത് വെക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ ബോർഡിൻ്റെ ബട്ടൺ കൊടുക്കാം. ഇത് നമുക്ക് ഇതിന് കൊടുക്കാം. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇത് യൂണിവേഴ്സൽ ബോർഡ് എല്ലാം കോമൺ ആയിട്ടുള്ളത്. എല്ലാം ഡിസൈനിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവുന്നുള്ളത്. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ സ്ക്വയർ ആയിട്ടാണ് വരുന്നത്. ഇത് നമുക്കൊരു എൽ ഷേപ്പാണ് വരുന്നത്, കണ്ടാൽ അറിയാം. അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളാവും. പക്ഷേ പവറും അതിൻ്റെ ബാക്കി വോൾട്ട് കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. നമുക്ക് ഈ ബോർഡിലെ പവർ ബട്ടൺ ഒന്ന് കൊടുക്കാം. ആ പവർ ബട്ടൺ വർക്ക് ചെയ്യുന്നില്ല. ഓൾറെഡി ആ ബോർഡൊക്കെ കംപ്ലൈൻ്റ് ആണ്. പവർ LED ഓക്കെയാണ്. നമുക്കിനി സ്റ്റാൻഡ് ബൈ റിലീസ് ആവുന്നുണ്ടോ നോക്കാം.
അപ്പോൾ ഗായ്സ് ഇത് ഓൾറെഡി പവർ ബട്ടണൊക്കെ കംപ്ലൈൻ്റ് ആണ് കേട്ടോ. ഞാൻ പിന്നെ ഷോർട്ട് ചെയ്തപ്പോഴാണ് പവർ വന്നത്. അപ്പോൾ നമ്മുടെ പാനൽ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഗായ്സ് നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ ടി വി വർക്കിംഗ് ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പിന്നെ എല്ലാം ക്ലോസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് ചെക്ക് ചെയ്ത് ഒക്കെ നോക്കി. അപ്പോൾ വർക്കിംഗ് പക്കയാണ്. അപ്പോൾ നമുക്കിതിന് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 6555 മോസ്ഫെറ്റിൻ്റെ ഒരു പ്രോബ്ലം ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളടുത്ത് ഇപ്പോൾ ഓൾറെഡി നമ്മളടുത്ത് സ്ക്രാപ്പ് ബോർഡുകൾ ഉണ്ടാവുകൊണ്ട് അതിന് നമ്മൾ പിന്നെ റിമൂവ് ചെയ്തിട്ട് വെച്ചതാണ്. ഇനി നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ 25 രൂപ റേഞ്ചേ വരുള്ളൂ. ഇലക്ട്രോണിക് ഷോപ്പിൽ എല്ലാ ഷോപ്പിലും ഉണ്ടാവും. കോമൺ ആയിട്ട് എല്ലാ പിന്നെ റേഡിയോയിലും അതുപോലെ തന്നെ പിന്നെ കാർ സ്റ്റീരിയോ അങ്ങനെയുള്ളതിലൊക്കെ നമുക്ക് ഈ 6555ൻ്റെ പിന്നെ മോസ്ഫെറ്റ് വരുന്നതാണ്. ഇതൊരു റെഗുലേറ്റർ ഐ സി ആണ്, ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ഐ സി ആണ്, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പിന്നെ ഇതുപോലെ നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾ റൗണ്ട് എല്ലാ ഇതിപ്പോൾ പ്രോബ്ലം ഞാൻ എന്താണെന്ന് വെച്ചാൽ പവർ റിലീസാകാത്ത പ്രോബ്ലം ആയിരുന്നു. നമുക്കിവിടെ റെഡ് ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തിരിക്കും. പവർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 ഡോട്ട് ഇങ്ങനെ മിന്നി ഇങ്ങനെ നിൽക്കും. അങ്ങനത്തെ ഒരു പ്രോബ്ലം, പവർ റിലീസാകാത്ത പ്രോബ്ലം ഞാൻ പറഞ്ഞിരുന്നു. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ കപ്പാസിറ്റർ വീക്കാണെങ്കിൽ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ മോസ്ഫെറ്റ് വീക്കാണെങ്കിൽ വരാറുണ്ട്. പിന്നെ നമ്മൾ ഇതൊരു കോമൺ ആയിട്ടുള്ളൊരു കംപ്ലൈൻ്റ് ആണ്. ഇതിൽ നമുക്ക് പിന്നെ വേറെ നമുക്ക് ട്രേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ കംപ്ലൈൻറ്റ് എന്നുള്ളതുള്ളൂ. ആദ്യം നോക്കേണ്ട കാര്യങ്ങൾ ഇത് രണ്ടുമാണ്. അപ്പോൾ കപ്പാസിറ്റർ നമുക്ക് കംപ്ലൈൻറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മോസ്ഫെറ്റ് റിമൂവ് ചെയ്തിട്ട് ഇതുപോലെ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾ റൗണ്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങളും നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത്. നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടായി ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടായി ചെയ്യാറുണ്ട് ഭയങ്കര റിസ്ക്കാണ്, നമുക്ക് അത്രയും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ പിന്നെ പാനൽ മാറ്റുന്നത്, അതുപോലെ തന്നെ ലൈന് വരുന്ന കംപ്ലൈൻറ്റ് കട്ട് ചെയ്യുന്ന വീഡിയോസുകൾ ഇതൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനലായിട്ടുള്ള ഇലക്ട്രോണിക്സ് മലയാളം എന്നുള്ള ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ അങ്ങനെയുള്ള ഒന്നുമില്ല, നമുക്ക് സ്വന്തം ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള വീഡിയോസുകൾ ഞാൻ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നേക്കും. ഷമീർ, ബൈ.